ദേവസുതം ദേവി കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 3 അധ്യായം 2 ശ്ലോകം 5. പുളകോദ്ഭിന്ന സർവാംഗോ മുഞ്ചൻ നീലനൃശ്യാശുചഃ പൂർണാർത്ഥോ ലക്ഷ്മീദതസ്ഥേന സ്നേഹപ്രസരസംപ്ലുതഃ. പുളകോദ്ഭിന്ന സർവാംഗോ മുഞ്ചൻ നീലനൃശ്യാശുചഃ പൂർണാർത്ഥോ ലക്ഷ്മീസ്തതേന സ്നേഹപ്രസരസംപ്ലുതഃ. പുളകോർഭിന്ന സർവാംഗോ മുഞ്ചന്മീലദൃശാശുചഃ പൂർണാർത്ഥോ ലക്ഷ്മീതസ്ഥേന സ്നേഹപ്രസരസംപ്ലുതഃ. പുളക ഉത്ഭിന്ന അതീന്ദ്രിയ ഉന്മത്തതയുടെ ശാരീരിക പരിണാമങ്ങൾ. സർവാംഗം ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളിലും. കുഞ്ചൻ വ്യാപിക്കുക. മീലത് തുറക്കുക. ദൃശ കണ്ണുകളാൽ. ശുച ദുഃഖ കണ്ണീർ. പൂർണ്ണ അർത്ഥ പരിപൂർണ നേട്ടം. ലക്ഷിത അങ്ങനെ നിരീക്ഷിച്ചു. തേന വിതുരനാൽ. സ്നേഹ പ്രസര ഗാഠമായ പ്രേമം. സംപ്ലൂത തറപ്പിച്ച് ബോധ്യമായി. വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. ഉദ്ധവന് ഉന്മത്തതയുടെ ഉത്തുംഗതയിൽ അതീന്ദ്രിയതയുടെ എല്ലാ ശാരീരിക പരിണാമങ്ങളും സംഭവിക്കുന്നതും അദ്ദേഹം കണ്ണുകളിലെ കണ്ണുനീർ തുടച്ചു നീക്കാൻ ശ്രമിക്കുന്നതും വിതുരൻ നിരീക്ഷിച്ചു. അങ്ങനെ ഉദ്ധവൻ തന്റെ ഗാഠമായ സ്നേഹം അത്രയും ഭഗവാന് സമർപ്പിച്ചതായി വിതുരനെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്. ഭഗവാന്റെ പരിചയസമ്പന്നനായ ഭക്തൻ വിതുരൻ അത്യുന്നത തലത്തിലുള്ള ഭക്തിയുത ജീവിതത്തിന്റെ ലക്ഷണങ്ങൾ നിരീക്ഷിക്കുകയും പരമദിവ്യോത്തമ പുരുഷനോടുള്ള ഉദ്ധവന്റെ പ്രേമം പരിപൂർണതയുടെ തലത്തിലാണെന്ന് ഉറപ്പാക്കുകയും ചെയ്തു. ഉന്മത്തമായ ശാരീരിക പരിണാമങ്ങൾ പരിശീലനം കൊണ്ട് വികസിപ്പിച്ചെടുക്കാവുന്ന കൃത്രിമ പ്രകടനങ്ങളല്ല. അവ ആത്മീയ വ്യോമത്തിൽ നിന്നുള്ള വ്യക്തവും ച്യുതിരഹിതവുമായ പ്രത്യക്ഷങ്ങളാണ്. ഭക്തിയുത സേവനത്തിൽ 3 വ്യത്യസ്ത ഘട്ടങ്ങളുണ്ട്. ഭക്തിയുത സേവനത്തിന്റെ നിയമാവലികളിൽ നിർദ്ദേശിച്ചിട്ടുള്ള യമനിയമങ്ങൾ പാലിക്കുക എന്നതാണ് പ്രഥമ ഘട്ടം. ഭക്തിയുത സേവനത്തിന്റെ സ്ഥിരനില പരിശോധിച്ച് സ്വയം ബോധ്യപ്പെടലാണ് രണ്ടാമത്തെ ഘട്ടം. അതീന്ദ്രിയമായ ശാരീരിക പ്രകടനങ്ങളാൽ ഉന്മത്തതയുടെ ലക്ഷണങ്ങൾ വെളിവാക്കുന്നതാണ് മൂന്നാമത്തേത്. ഭഗവത് സേവനത്തിനുള്ള 9 രീതികളായ ശ്രവണം, കീർത്തനം, മനനം തുടങ്ങിയവ പരിശീലിക്കുകയാണ് പ്രാരംഭ പ്രവർത്തനം. ഭഗവാന്റെ മഹത്വങ്ങളും ലീലകളും തുടർച്ചയായി കേൾക്കുന്നതോടെ പഠിതാവിന്റെ ഹൃദയത്തിലെ മാലിന്യങ്ങൾ കഴുകപ്പെടാൻ തുടങ്ങും. എത്ര എളുപ്പം മാലിന്യമുക്തനാകുന്നുവോ അത്ര എളുപ്പം സേവനത്തിൽ സ്ഥിരത കൈവരിക്കാൻ കഴിയും. സ്ഥിരത, അടിയുറച്ച വിശ്വാസം, അഭിരുചി, സാക്ഷാത്കാരവും സ്വയം ബോധ്യപ്പെടലും എന്നിങ്ങനെ പടിപടിയായ സംവിധാനത്തിലൂടെയാണ് മുന്നോട്ടു പോകേണ്ടത്. ഈ വ്യത്യസ്ത ഘട്ടങ്ങളുടെ ക്രമേണയുള്ള പുരോഗതി ഭഗവത് സ്നേഹം വർദ്ധിപ്പിച്ച് പാരമ്യത്തിലെത്തിക്കും. പാരമ്യഘട്ടത്തിൽ ആകർഷണം, കോപം, മമത തുടങ്ങി കൂടുതൽ ലക്ഷണങ്ങൾ മഹാഭാവഘട്ടം വരെ പ്രകടമാകും. ഇത് സാധാരണ ജീവാത്മാക്കൾക്ക് അപ്രാപ്യമാണ്. ഭഗവത് സ്നേഹത്തിന്റെ വ്യക്തിരൂപമായിരുന്ന ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു ഈ ഘട്ടങ്ങളെല്ലാം പ്രാപിച്ചിരുന്നു. ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ മുഖ്യ ശിഷ്യൻ ശ്രീല രൂപഗോസ്വാമിയുടെ ഭക്തിരസാമൃത സിന്ധുവിൽ ഉദ്ധവനെ പോലുള്ള പരിശുദ്ധ ഭക്തന്മാർ പ്രകടിപ്പിക്കുന്ന അതീന്ദ്രിയതയുടെ ലക്ഷണങ്ങളെപ്പറ്റി ക്രമാനുഗതമായി വിവരിച്ചിട്ടുണ്ട്. ഭക്തിരസാമൃത സിന്ധുവിന്റെ ഒരു സംഗ്രഹ പഠനം ദി നെക്ടർ ഓഫ് ഡിവോഷൻ എന്ന ശീർഷകത്തിൽ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഭക്തിയുത സേവന ശാസ്ത്രത്തെ പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഗ്രന്ഥം സഹായകമാകും. ഹരേ കൃഷ്ണ. ശ്ലോകം 6. ശനകൈർഭഗവല്ലോകാനുലോകം പുനരാഗതഃ വിമൃജ്യ നേത്രേ വിദുരം പ്രത്യാഹോത്ഥവ ഉസ്മയൻ. ശനകൈർഭഗവല്ലോകം പുനരാഗതഃ വിമൃജ്യ നേത്രേ വിദുരം പ്രത്യാഹോത്ഥവസുത്സവൻ.
സനകൈർഭഗവല്ലോകാനൃതലോകം പുനരാഗതഃ വിമൃജ്യ നേത്രേ വിദുരം പ്രത്യാഹോത്ഥവ ഉസ്മയൻ. സനകൈ ക്രമേണ, ഭഗവത് ഭഗവാൻ, ലോകാത് ലോകത്തിൽ നിന്ന്, നൃലോകം മനുഷ്യജീവികളുടെ ലോകം, പുന ആഗത വീണ്ടും വരുന്നു, വിമൃജ്യ തടയുക, നേത്രേ കണ്ണുകൾ, വിതുരം വിതുരനോട്, പ്രീത്യ സ്നേഹത്തോടെ, ആ പറഞ്ഞു, ഉദ്ധവ ഉദ്ധവൻ, ഉസ്മയൻ ആ എല്ലാ ഓർമ്മകളാലും. കൃഷ്ണ വിവർത്തനം. മഹാഭക്തനായ ഉദ്ധവൻ പെട്ടെന്ന് ഭഗവാന്റെ ലോകത്തു നിന്ന് മാനവലോകത്തേക്ക് മടങ്ങി വന്ന് കണ്ണു തുടച്ച് ഭൂതകാല സ്മരണകളിൽ നിന്ന് ഉണർന്ന് പ്രസന്ന ഭാവത്തിൽ വിതുരനോട് സംസാരിച്ചു. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ്ജി. ഭഗവത് ഭക്തിയുടെ ഉന്മത്തതയിൽ പൂർണ്ണമായും അതീന്ദ്രിയതയിൽ മുഴുകിപ്പോയിരുന്ന ഉദ്ധവൻ ഭൗതിക ലോകത്തെ പാടെ വിസ്മരിച്ചിരുന്നു. പരിശുദ്ധ ഭക്തൻ ഭൗതിക ശരീരത്തിലായിരിക്കുമ്പോഴും നിരന്തരം ഭഗവത് ലോകത്തിലാണ് ജീവിച്ചിരിക്കുന്നത്. പരമപുരുഷനെ കുറിച്ചുള്ള വിചാരങ്ങളിൽ മുഴുകിയിരുന്നതിനാൽ അദ്ദേഹം യഥാർത്ഥത്തിൽ ഭൗതിക ശരീരത്തിലായിരുന്നില്ല. വിതുരനോട് സംസാരിക്കേണ്ടി വന്നപ്പോൾ അദ്ദേഹം ഭഗവാന്റെ ഭവനമായ ദ്വാരകയിൽ നിന്ന് മനുഷ്യരുടേതായ ഈ ഭൗതിക ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ഒരു പരിശുദ്ധ ഭക്തൻ ഭൗതിക ലോകത്തിൽ ജീവിക്കുമ്പോഴും അതീന്ദ്രിയ സേവനത്തിന് വേണ്ടി നിരന്തരം ഭഗവാനുമായി ബന്ധത്തിലായിരിക്കും. ഒരുവൻ അയാളുടെ അസ്തിത്വത്തിന്റെ നിലവാരമനുസരിച്ച് ഭൗതിക ലോകത്തിലോ ഭഗവാന്റെ അതീന്ദ്രിയ ലോകത്തിലോ ജീവിക്കുവാൻ കഴിയും. ജീവാത്മാക്കളുടെ അവസ്ഥാ വ്യതിയാനങ്ങളെപ്പറ്റി ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ നിർദ്ദേശപ്രകാരം ശ്രീല രൂപഗോസ്വാമി ചൈതന്യ ചരിതാമൃതത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ലോകത്തിലെ മുഴുവൻ ജീവാത്മാക്കളും തങ്ങളുടെ സ്വന്തം കർമ്മങ്ങളുടെ ആകർഷകങ്ങളായ ഫലങ്ങൾ ആസ്വദിക്കുകയാണ്. ഒന്നിനു പുറകെ ഒന്നായി വരുന്ന ജീവിതങ്ങൾ തോറും അവരിൽ അപൂർവം ചിലർക്ക് പരിശുദ്ധ ഭക്തന്മാരുമായുള്ള സംഘത്താൽ ഭക്തിയുത സേവനം നിർവഹിക്കാനുള്ള അഭിരുചി നേടാൻ അവസരം ലഭിച്ചേക്കാം. ഈ അഭിരുചിയാണ് ഭക്തിയുത സേവനത്തിന്റെ വിത്ത്. അങ്ങനെ ഒരു വിത്ത് കിട്ടാൻ ഭാഗ്യമുണ്ടാകുന്ന ഒരുവൻ അത് തന്റെ ഹൃദയത്തിന്റെ മധ്യഭാഗത്ത് തന്നെ നടണമെന്ന് ഉപദേശിക്കപ്പെടുന്നു. ഒരുവൻ താൻ നടുന്ന വിത്തിനെ പുഷ്പിച്ച് കായ്ച്ച് ഫലം തരുന്ന ചെടിയാക്കാൻ വെള്ളമൊഴിച്ച് പരിപാലിക്കുന്നത് പോലെ ഭക്തൻ തന്റെ ഹൃദയത്തിൽ നടുന്ന വിത്തിനെ ഭഗവാന്റെ ലീലകളുടെയും ദിവ്യനാമങ്ങളുടെയും ശ്രവണ കീർത്തനങ്ങളാകുന്ന വെള്ളമൊഴിച്ച് പരിപാലിച്ച് വളർത്തണം. ഭക്തിയുത സേവനത്തിന്റെ വിത്ത് മുളച്ച് ചെടിയായി ക്രമാനുഗതമായി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഭക്തൻ ചെടിയെ കാത്തുപാലിക്കുന്ന പൂന്തോട്ടക്കാരനെ പോലെ അതിന് ശ്രവണ കീർത്തനങ്ങളുടെ ജലം ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം. ഭക്തിയുത സേവനത്തിന്റെ വള്ളിച്ചെടി ക്രമേണ വളർന്നു വലുതായി ഉയരം വച്ച് മുഴുവൻ ഭൗതികലോക സീമകളെയും മറികടന്ന് ആത്മീയ ആകാശത്തിൽ പ്രവേശിക്കുകയും പരമധാമമായ ഗോലോക വൃന്ദാവനത്തിൽ പ്രവേശിക്കുന്നത് വരെ ഉയർന്നുയർന്ന് വളർന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യും. ഭക്തനായ പൂന്തോട്ടക്കാരൻ ഭൗതിക ലോകത്തിലാണെങ്കിലും ഭഗവാന്റെ ശ്രവണ കീർത്തനങ്ങളാകുന്ന ഭക്തിയുത സേവനത്താൽ ഭഗവത് ലോകവുമായി സദാ സമ്പർക്കത്തിലായിരിക്കും. ഒരു വള്ളിച്ചെടി ശക്തമായ മറ്റൊരു വൃക്ഷത്തിന്റെ തണലിൽ അഭയം തേടുന്നത് പോലെ ഭക്തനാൽ പരിപാലിക്കപ്പെടുന്ന ഭക്തിയുത സേവനത്തിന്റെ വള്ളിച്ചെടി ഭഗവാന്റെ പത്മപാദങ്ങൾക്ക് കീഴിൽ അഭയം നേടുകയും അവിടെ സ്ഥിരമാക്കപ്പെടുകയും ചെയ്യും. പിന്നീട് അതിന്റെ ഫലം സ്ഥിരമാകുമ്പോൾ അതിനെ വളർത്തി ഭക്തനാകുന്ന പൂന്തോട്ടക്കാരന് തന്റെ ഭഗവത് ഭക്തിയുടെ ആ ഫലം ആസ്വദിക്കാൻ കഴിയും. അങ്ങനെ അയാളുടെ ജീവിതം വിജയപൂർണമാകും. ഉദ്ധവൻ ജീവിതത്തിന്റെ ഈ ഘട്ടം നേടിയത് അദ്ദേഹത്തിന്റെ പ്രവൃത്തികളുടെ തെളിവാണ്. അദ്ദേഹത്തിന് ഒരേ സമയം പരമോന്നത ഗ്രഹത്തിലെത്തുവാനും ഭൗതിക ലോകത്തിൽ പ്രത്യക്ഷനാകാനും കഴിഞ്ഞു. ഹരേ കൃഷ്ണ. ജന്മം ചപലമായും തന്നിഷ്ടപ്രകാരവും ജീവിക്കുവാനുള്ളതല്ല, മറിച്ച് ഈശ്വരനെ മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ളതാണ്. ശ്രീകൃഷ്ണനാണ് ഈശ്വരൻ. ഭക്തിയുത സേവനം വഴി അദ്ദേഹത്തെ മനസ്സിലാക്കുവാനും കലഹവും കാപട്യവും നിറഞ്ഞ ഈ കലിയുഗത്തിൽ ഏറ്റവും ആധികാരികമായ ഭക്തിമാർഗം ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിനാൽ ആവിഷ്കരിക്കപ്പെട്ടു. സ്വയം കൃഷ്ണൻ തന്നെയായ ശ്രീ ചൈതന്യ മഹാപ്രഭു ഒരു ഭക്തന്റെ രൂപത്തിൽ അവതരിച്ചു. കലിയുഗത്തിൽ ആത്മസാക്ഷാത്കാരത്തിനുള്ള ഏറ്റവും എളുപ്പ വഴിയായ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു.
ശ്രീ ചൈതന്യ മഹാപ്രഭു പ്രവചിച്ചതുപോലെ ഈ നാമജപം ഇന്ന് ഭാരതത്തിൽ മാത്രമല്ല ലോകമെമ്പാടും പ്രചരിക്കപ്പെട്ടിരിക്കുന്നു. ഈ മഹാമന്ത്ര ജപത്തെ ലോകമെമ്പാടും പ്രചരിപ്പിച്ചത് ശ്രീ ചൈതന്യ മഹാപ്രഭുവിനാൽ അനുഗ്രഹീതനായ ശ്രീമദ് ഏതി ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദരാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിനാൽ ശിക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി ശ്രീല പ്രഭുപാദർ 1966 ന്യൂയോർക്കിൽ അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി സ്ഥാപിച്ചു. 1977 ശ്രീല പ്രഭുപാദർ ഇഹലോകവാസം വെടിഞ്ഞുവെങ്കിലും അദ്ദേഹം തുടങ്ങിവെച്ച പ്രസ്ഥാനം ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നു. കൃഷ്ണാവബോധത്തിൽ താല്പര്യമുള്ളവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. ശ്രീല പ്രഭുപാദരുടെ പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെയും ഇഷ്കോൺ ഭക്തരുമായുള്ള സത്സംഗം വഴിയും ധാരാളം പേർ സ്വജീവിതത്തിൽ കൃഷ്ണാവബോധം പ്രാവർത്തികമാക്കുവാനായി ആഗ്രഹിക്കുന്നുണ്ട്. കൃഷ്ണാവബോധ പരിശീലനം ലളിതമാണ്, എന്നാൽ ഇതിനായി വേണ്ടത്ര മാർഗനിർദ്ദേശം ആവശ്യമാണ്. ഇഷ്കോൺ കേന്ദ്രത്തിൽ നിന്നും വളരെ അകലെ താമസിക്കുന്നവർക്കും മറ്റും മാർഗനിർദ്ദേശങ്ങളുടെ അപര്യാപ്തതയാൽ വേണ്ടവിധം കൃഷ്ണാവബോധം പരിശീലിക്കുവാൻ കഴിയാതെ വരുന്നു. ഈ പുസ്തകം പ്രത്യേകിച്ച് അവർക്ക് വേണ്ടി ഉദ്ദേശിച്ചുള്ളതാണ്. തിരുനാമജപം, ഗ്രഹത്തിലെ ആരാധന, തിലകധാരണം, ഉത്സവങ്ങൾ ആഘോഷിക്കുന്ന വിധം എന്നിവയെക്കുറിച്ചുള്ള ഒരു പ്രായോഗിക വഴികാട്ടിയാണിത്. ഇതിലെ പരാമർശങ്ങൾ എല്ലാ ഭക്തന്മാർക്കും വേണ്ടിയുള്ളതാണ്, എന്നാൽ ചിലത് ഗൃഹസ്ഥർക്ക് ഉദ്ദേശിച്ചുള്ളവയാണ്. കൃഷ്ണാവബോധം പരിശീലിച്ചു തുടങ്ങുന്നത് വരെ അതീന്ദ്രിയ വേദിയിലേക്ക് ഉയർത്തുന്നതിന് വ്യക്തിപരമായ മേൽനോട്ടം ആവശ്യമാണ്. ശ്രീല പ്രഭുപാദർ ഇപ്രകാരം എഴുതുന്നു: വിശ്വസനീയായ ഒരു ആത്മീയ ഗുരുവിന്റെ മേൽനോട്ടത്തിൽ പരിശീലനം ലഭിക്കാതെ ഭഗവാൻ കൃഷ്ണനെ മനസ്സിലാക്കുവാൻ ആരംഭിക്കുന്നത് മൂലം ദുഷ്കൃതമാണ്. പ്രായോഗികമായി നോക്കുമ്പോൾ തിലകധാരണം, സങ്കീർത്തനം തുടങ്ങി ഈ പുസ്തകത്തിൽ വിവരിച്ചിട്ടുള്ളവയെല്ലാം അനുഭവ സമ്പന്നരായ ഭക്തന്മാരുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിരിക്കുന്നതാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിൽ നിന്നും ആരംഭിച്ച് ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ഗ്രന്ഥത്തിലെ നിർദ്ദേശങ്ങൾ. ഇവയെല്ലാം തന്നെ ഹരിഭക്തി വിലാസം, ഭക്തി രസാമൃത സിന്ധു, ഉപദേശാമൃതം എന്നീ ആധികാരിക ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിട്ടുള്ളവയാണ്. പ്രത്യേകിച്ച് ഈ ഗ്രന്ഥം ദിവ്യ പൂജ്യ എസ് ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദരുടെ ശിക്ഷണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ശ്രീല പ്രഭുപാദർ പൂർവ ആചാര്യന്മാരിൽ നിന്നും ശാസ്ത്രങ്ങളിൽ നിന്നും അല്പം പോലും വ്യതിചലിക്കാതെ ആധുനിക മനുഷ്യ സമുദായത്തിന് തികച്ചും പ്രായോഗികമായ വിധത്തിൽ കൃഷ്ണാവബോധം നടപ്പിൽ വരുത്തി. അടിസ്ഥാനപരമായ വൈഷ്ണവ ആചാരങ്ങളെ കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾക്ക് പുറമെ കൃഷ്ണാവബോധത്തിലേക്ക് വരുന്ന നവാഗതർക്ക് ഉപയോഗപ്രദമായ ചില വിവരങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതിൽ കൃഷ്ണാവബോധത്തെ കുറിച്ചുള്ള തത്വജ്ഞാനപരമായ വസ്തുതകൾ വിശദമായി ഉൾപ്പെടുത്തിയിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ അവ ശ്രീല പ്രഭുപാദരുടെ പുസ്തകങ്ങളിൽ വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ തത്വങ്ങളിൽ വേണ്ടത്ര വിശ്വാസമുള്ളവർക്ക് അവ സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള ഒരു വഴികാട്ടിയാണ് ഈ ഗ്രന്ഥം. ഇതിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പരിശീലനങ്ങൾ പ്രായോഗികമാക്കുന്നതിനായി അനുവാചകർ ഒരു ദിനചര്യയെന്നോണം ശ്രീല പ്രഭുപാദരുടെ പുസ്തകങ്ങൾ വായിക്കേണ്ടതാണ്. ലളിതമായ ഈ കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിലൂടെ ജാതിലിംഗ പ്രായ ഭേദങ്ങളില്ലാതെ ഏതൊരാൾക്കും തങ്ങളുടെ നിലനിൽപ്പിനെ പൂർണ്ണമാക്കി ഭീതിദായകമായ സംസാര ചക്രത്തിൽ നിന്നും മോചനം നേടി ഭഗവത്ധാമത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും. ചൈതന്യ മഹാപ്രഭുവിന്റെ സങ്കീർത്തന പ്രസ്ഥാനം ലോകമാകമാനമുള്ള ജനങ്ങൾക്ക് ഇപ്പോൾ അത്ഭുതവാഹമായ ഈ അവസരം നൽകുന്നു. ചൈതന്യ മഹാപ്രഭു അരുളി ചെയ്യുന്നു: അല്ലയോ ആത്മാക്കളെ, നിദ്ര വിട്ട് എഴുന്നേൽക്കുവിൻ. മായയാകുന്ന പിശാചിന്റെ മടിത്തട്ടിൽ നിങ്ങൾ എത്ര കാലം നിദ്രാലുക്കളായി കഴിയും? ഭൗതിക ആസക്തമാകുന്ന നിങ്ങളുടെ രോഗത്തിനുള്ള ഔഷധം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഭഗവാൻ ഹരിയുടെ തിരുനാമ ജപമാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. കൃഷ്ണാവബോധം പരിശീലിക്കേണ്ടതിന്റെ ആവശ്യകത. നാം ഈ ശരീരമല്ല, ആത്മാവാണ്. ശരീരം നശ്വരവും ഓരോ ശരീരത്തിലും കുടികൊള്ളുന്ന ആത്മാവ് അഥവാ ജീവാത്മാവ് ശാശ്വതനുമാണ്. ഓരോ ജീവാത്മാവിനും പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണനുമായി ശാശ്വതവും ശക്തവും ആനന്ദപൂർണവുമായ
ഒരു ബന്ധമുണ്ട്. നമ്മുടെ യഥാർത്ഥ ജീവിതം ഈ ഭൗതിക ലോകത്തിലല്ല, മറിച്ച് ആധ്യാത്മിക ലോകത്തിൽ ഭഗവാൻ കൃഷ്ണനോടൊപ്പമാണ്. കൃഷ്ണന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലാണ് ആധ്യാത്മിക ലോകം. അവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ എണ്ണമറ്റ പരിശുദ്ധ ഭക്തന്മാരാൽ പരിസേവിതനാണ്. കൃഷ്ണനെ സന്തോഷിപ്പിക്കുക എന്ന ഒരേ ഒരു ആഗ്രഹമുള്ള പരിപൂർണ ജീവസത്തുക്കളാണ് അവരെല്ലാം. ലൗകിക അഭിലാഷങ്ങളിൽ നിന്നും കാമക്രോധാദികളിൽ നിന്നുമെല്ലാം പൂർണ്ണമായും വിമുക്തരാണ്. ആത്മീയ ലോകത്തിൽ ഭൂമി, ജലം, വൃക്ഷങ്ങൾ, ഗ്രഹങ്ങൾ തുടങ്ങി സകലതും ആധ്യാത്മികവും ബോധമുള്ളതും ആനന്ദമയവുമാണ്. അവിടെ ദുരിതങ്ങളില്ല, ആനന്ദം മാത്രം. വിരസമോ വിദ്യയോ ആയ ഭൗതിക ആനന്ദമല്ല, മറിച്ച് അർത്ഥവത്തായ ആധ്യാത്മിക ആനന്ദപൂർണമായ ഭഗവത് പ്രേമബന്ധമാണുള്ളത്. അവിടെ കൃഷ്ണൻ ശാശ്വതമായി തന്റെ ഭക്തന്മാരോടൊപ്പം വൈരുദ്ധ്യങ്ങളായ ലീലകളാടുന്നു. പരമപുരുഷനായ ഭഗവാനുമായി ആടിയും പാടിയും കേളികളിൽ ഏർപ്പെട്ടും ആഘോഷിക്കുന്ന ഒരു നിരന്തരമായ ഉത്സവമാണത്. വിഭ്രാന്തരായി കൃഷ്ണനോട് അസൂയാലുക്കളായി തീരുന്ന ആത്മാക്കൾ ഭൗതിക ലോകത്തിൽ ബന്ധിക്കപ്പെടുന്നു. ദുർഗണങ്ങൾക്ക് ശിക്ഷ അനുഭവിക്കുന്നതിനുള്ള ഒരു കാരാഗ്രഹമാണ് ഈ ഭൗതിക ലോകം. ബദ്ധജീവാത്മാക്കൾ 84 ലക്ഷം വർഗങ്ങളിലൂടെ നിരന്തരം ജനന മരണ ചക്രത്തിൽപ്പെട്ട് കഷ്ടപ്പെടുന്നു. മായാശക്തിക്ക് വശമതരായി മിഥ്യാഹങ്കാരം മൂലം മലഭോജികളായ പന്നികളുടെ ജീവിതം പോലും സന്തോഷകരമാണെന്ന് ബദ്ധജീവാത്മാവ് കരുതുന്നു. ലോകങ്ങൾ മുതൽ അധമ ലോകങ്ങൾ വരെ അതൊരു ദുഃഖസാഗരമാണ്. നാം ഈ ഭൗതിക ലോകത്തിൽ കഷ്ടപ്പെടുന്നത് കാണാൻ കൃഷ്ണൻ ആഗ്രഹിക്കുന്നില്ല. തന്നോടൊപ്പം ശാശ്വതവും ആനന്ദപൂർണവുമായ ഒരു ജീവിതം നയിക്കാൻ ഭഗവാൻ നമ്മെ ക്ഷണിക്കുകയാണ്. ബുദ്ധിമാന്മാർ ഭഗവാനെ അനുസരിക്കുകയും, അഥവാ ഭഗവത്ഗീതയിൽ ഉപദേശിക്കുന്നത് പോലെ ജനന മരണ ചക്രങ്ങളിൽ നിന്ന് മോചനം നേടുവാനുള്ള വഴി കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. അവർ തങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന കൃഷ്ണാവബോധത്തെ തട്ടി ഉണർത്തുവാനായി ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുകയും തിരിച്ച് ഭഗവത് സന്നിധിയിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യുന്നു. ഈ കലിയുഗത്തിൽ ശ്രീകൃഷ്ണൻ കാരുണ്യവാനായ ശ്രീ ചൈതന്യ മഹാപ്രഭുവായി അവതരിക്കുകയും കൃഷ്ണാവബോധം പഠിപ്പിക്കുകയും ചെയ്തു. ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഏറ്റവും ലളിതവും ആനന്ദകരവുമായ പദ്ധതിയായ സങ്കീർത്തന പ്രസ്ഥാനം അദ്ദേഹമാണ് ആരംഭിച്ചത്. പ്രചരണ പ്രവർത്തന, തിരുനാമ ജപം, ആനന്ദ നൃത്തം, കൃഷ്ണപ്രസാദ വിരുന്ന്, സത്സംഗം, അർച്ചനാ വിഗ്രഹങ്ങളുടെ ആരാധന, അർച്ചനാ വിഗ്രഹങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കൽ, തത്വശാസ്ത്രം മനസ്സിലാക്കൽ, ഭഗവത് മഹാത്മ്യങ്ങൾ ശ്രവിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യൽ എന്നിവ അടങ്ങുന്നതാണ് കൃഷ്ണാവബോധം. ആത്മീയ ലോകത്തിലെ ഭാവമാണ് കൃഷ്ണാവബോധം. സദാ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആനന്ദകരമായ ഒരു ജീവിതമാണത്. ഇത് ആത്യന്തികമായി കൃഷ്ണനെ മുഖാമുഖം ദർശിക്കുവാനും അദ്ദേഹത്തോട് സല്ലപിക്കുവാനും കഴിയുന്ന ഒരവസ്ഥയിൽ നമ്മെ കൊണ്ടെത്തിക്കുന്നു. ജീവിത പരിപൂർണത നേടാൻ ഏറ്റവും ഉത്തമമെന്ന് തെളിയിക്കപ്പെട്ട സനാതനമായ മാർഗമാണ് കൃഷ്ണാവബോധം. പുരാതന കാലത്തെ ധാരാളം ജനങ്ങൾ കൃഷ്ണാവബോധത്തിൽ പരിശുദ്ധരായി കൃഷ്ണന്റെ പാദകമലങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ആധ്യാത്മിക ബുദ്ധി ഉണർന്നവർ നമ്മെ സങ്കീർത്തന പ്രസ്ഥാനത്തിലേക്ക് ക്ഷണിക്കുക വഴി ചൈതന്യ മഹാപ്രഭു നമുക്ക് നൽകുന്ന അപാര കാരുണ്യത്തെ പകർന്നു നൽകുകയാണ് ചെയ്യുന്നത്. ഈ ജന്മത്തെ ഭൗതിക ലോകത്തുള്ള തങ്ങളുടെ ഏറ്റവും അവസാനത്തെ ജന്മമാക്കി തീർക്കണമെന്നുള്ള ആത്മാർത്ഥമായ ദൃഢനിശ്ചയത്തോടു കൂടിയായും അവർ കൃഷ്ണാവബോധം സ്വീകരിക്കുന്നത്. ഭക്തിയുത സേവനം പരിശീലിക്കുമ്പോൾ ഭക്തന്മാർക്ക് എല്ലാ സദ്ഗുണങ്ങളും വന്നു ചേരുന്നു. ദയാശീലം, സഹനശക്തി, എളിമത്വം, ഇന്ദ്രിയ നിയന്ത്രണം, ശാന്തത, ആകർഷണീയത എന്നിവയും കൈവരുന്നു. കൃഷ്ണാവബോധം സാമ്പത്തികവും രാഷ്ട്രീയവും മാനസികവും താത്വികവും മതപരവുമായ പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം പ്രദാനം ചെയ്യുന്നു. ഇത് എപ്രകാരമാണ് സാധ്യമാവുന്നതെന്ന് ശ്രീല പ്രഭുപാദരുടെ പുസ്തകങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിനാൽ വിവേകമുള്ള ഏവരും പൂർണ്ണ മനസ്സോടെ എത്രയും വേഗം കൃഷ്ണാവബോധം സ്വീകരിക്കണം. ആധാരം ഗുരു സാധു ശാസ്ത്രം. ശ്രീല നരോത്തമദാസ് ഠാക്കൂർ ഉപദേശിക്കുന്നു,
സാധുശാസ്ത്ര ഗുരുവാക്യ ചിത്തതേ കരിയ ഐക്യ. ആധ്യാത്മിക ജീവിതത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം മനസ്സിലാക്കണമെങ്കിൽ ഗുരുവിന്റെയും സാധുവിന്റെയും എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു സാധുവോ ഗുരുവോ ശാസ്ത്രങ്ങൾ ഉച്ചരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നും തന്നെ നിർദ്ദേശിക്കാറില്ല. ഇപ്രകാരം ശാസ്ത്രവാക്യങ്ങൾ ഗുരുവിന്റെയും സാധുവിന്റെയും വാക്യങ്ങളോട് യോജിക്കുന്നുണ്ട്. അതിനാൽ ഒരു വ്യക്തി വിജ്ഞാനത്തിന്റെ ഈ അടിസ്ഥാന തത്വങ്ങളെ ആധാരമാക്കി വേണം പ്രവർത്തിക്കാൻ. ശ്രീ ചൈതന്യ ചരിതാമൃത ആദിലീല 4:8. കൃഷ്ണാവബോധത്തിന്റെ തത്വശാസ്ത്രവും പരിശീലനവും ഗുരു സാധു ശാസ്ത്രങ്ങളിൽ നൽകപ്പെട്ടതാണ്. ശാസ്ത്രം എന്നത് ഈശ്വരന്റെ അഥവാ ആത്മസാക്ഷാത്കാരം നേടിയ ഭഗവത് ഭക്തരുടെ വചനങ്ങളാണ്. വൈഷ്ണവർ കർശനമായി ശാസ്ത്രങ്ങളെ പിന്തുടരുന്നു വരുന്നു. വൈഷ്ണവന്മാരിൽ അംഗീകരിക്കപ്പെട്ട ശാസ്ത്രങ്ങളും ഭാഷ്യങ്ങളും മാത്രമേ ആധികാരികമെന്ന് കരുതാനാവൂ. ആധികാരികമായിട്ടുള്ളതിനെ അതേപടി സ്വീകരിക്കണം. നമ്മുടെ സങ്കുചിത ബുദ്ധിയിൽ ഉദിക്കുന്ന അഭിപ്രായങ്ങളെ ആധാരമാക്കിയല്ല നിരപേക്ഷ സത്യത്തെ കാണേണ്ടത്. നിരപേക്ഷ സത്യമായ കൃഷ്ണാവബോധം കാലാതീതവും ശാശ്വതവുമായ ഭക്തീത സേവനത്തിലൂടെ കൈമാറപ്പെടുന്നു. ഇത് ബ്രഹ്മാവ്, നാരദൻ, ശിവൻ മുതലായ മഹാജനങ്ങളാൽ അംഗീകരിക്കപ്പെട്ടതാണ്. ഇടമുറിയാത്ത ഗുരുശിഷ്യ പരമ്പരയിലൂടെ ഇന്നും ഈ പ്രക്രിയ സ്വീകരിച്ചു പോന്നു. വളരെയധികം ജനങ്ങൾ കൃഷ്ണാവബോധം സ്വീകരിക്കുന്നതിൽ ഔത്സുക്യം കാണിക്കുകയും സ്വജീവിതത്തിൽ അത് പാലിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷേ യഥോചിതമായ മാർഗനിർദ്ദേശമോ സത്സംഗമോ ഇല്ലാത്തത് കാരണം അവർക്ക് പ്രാരംഭഘട്ടത്തിനുപരിയായി പുരോഗമിക്കാനാകുന്നില്ല. അവരുടെ അറിവും കൃഷ്ണാവബോധ പരിശീലനവും പലപ്പോഴും തെറ്റായ രീതിയിലാണ്. മതിയായ പക്വതയുടെ അഭാവവും ശുദ്ധമായ ഭക്തിയുത സേവനത്തെ തന്റേതായ ഊഹാപോഹങ്ങളുമായി കൂട്ടിക്കലർത്താനുള്ള പ്രവണതയുമാണ് ഇതിന് കാരണം. ഒരർത്ഥത്തിൽ കൃഷ്ണാവബോധത്തിലേക്കുള്ള ഏതൊരു തുടക്കവും ഒരു നല്ല കാര്യമാണ്. എന്നാൽ ഭക്തിയുത സേവനത്തിൽ യഥാർത്ഥ വിജയം കൈവരിക്കണമെങ്കിൽ ആധികാരികമായ പ്രക്രിയ തന്നെ സ്വീകരിക്കണം. വിശ്വാസ്യമായ ഒരു ആത്മീയ ഗുരുവിനെ ശരണം പ്രാപിച്ച് അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. വെറും ബാഹ്യ പരിശീലനത്തിന്റെ ബലത്തിൽ സ്വയം ഒരു ഭക്തൻ എന്ന് കരുതുന്നത് പ്രയോജനം ചെയ്യുകയില്ല. ഭക്തിയുത സേവനത്തിൽ മുന്നേറാൻ താല്പര്യമുണ്ടായിട്ടും വ്യക്തിപരമായ മാർഗം നവാഗതരായ ഭക്തന്മാർക്ക് ഭക്തിമാർഗത്തിൽ അനാവശ്യമായ ചിന്താക്കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ ഇത് സഹായിക്കും. എന്തുകൊണ്ടെന്നാൽ ഇത് വീഴ്ച പറ്റാത്ത ഗുരു സാധു ശാസ്ത്രം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. കുറഞ്ഞ വർഷം വായനക്കാർക്ക് തിലകധാരണം, സങ്കീർത്തനം തുടങ്ങിയവയെ കുറിച്ച് ഊഹാപോഹങ്ങൾ നടത്തേണ്ടി വരില്ല. എന്നിരുന്നാലും ഒരു ആത്മീയ ഗുരുവിനെ ശരണം പ്രാപിച്ച് മന്ത്രദീക്ഷ ഏറ്റുവാങ്ങി അദ്ദേഹത്തെ സേവിക്കുക എന്നത് ആത്മീയ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. കൃഷ്ണാവബോധം യഥാരൂപം മനസ്സിലാക്കൽ. ശ്രീകൃഷ്ണനെ കുറിച്ച് അറിയാത്ത ഭാരതീയനുണ്ടോ? നിർഭാഗ്യവശാൽ തത്വദീക്ഷയില്ലാത്ത ജനങ്ങൾ കൃഷ്ണനെ കുറിച്ചും ഭക്തിമാർഗത്തെ കുറിച്ചും തെറ്റായ ധാരണകൾ പ്രചരിപ്പിക്കുന്നു. തത്ഫലമായി പ്രകൃത്യാ തന്നെ കൃഷ്ണാവബോധത്തിൽ താല്പര്യമുണ്ടായിട്ടുകൂടി മിക്ക ഭാരതീയനും കൃഷ്ണഭക്തിയുടെ തത്വത്തെ കുറിച്ചും ആചരണങ്ങളെ കുറിച്ചും ചിന്താക്കുഴപ്പത്തിലാണ്. അത്തരക്കാർക്ക് യഥാർത്ഥ കൃഷ്ണാവബോധത്തെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ അന്നേ വരെ അവർ കേട്ടറിഞ്ഞിട്ടുള്ള കൃഷ്ണനെയും കൃഷ്ണാവബോധത്തെയും അയഥാർത്ഥവും തെറ്റിദ്ധാരണീയനവുമാണെന്ന് ബോധ്യപ്പെടേണ്ടതുണ്ട്. നിലവിലുള്ള ചില തെറ്റിദ്ധാരണകൾ താഴെ പറയുന്നവയാണ്. 1. ശ്രീകൃഷ്ണൻ വെറും ഒരു ഇതിഹാസ പുരുഷനാണ്. 2. ശ്രീകൃഷ്ണൻ ഒരു മഹാപുരുഷനാണ്, പക്ഷേ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനല്ല. 3. ശ്രീകൃഷ്ണൻ ഒരു അവതാരം മാത്രമാണ്. 4. പല ദേവന്മാരുണ്ട്, എല്ലാവരും ഒരുപോലെയാണ്. അവരെ ആരാധിക്കുന്നത് കൃഷ്ണനെ ആരാധിക്കുന്നതിന് സമമാണ്. 5. ധ്യാനത്തിലൂടെയോ ആധ്യാത്മിക പ്രക്രിയയിലൂടെയോ ആർക്ക് വേണമെങ്കിലും ശ്രീകൃഷ്ണ ഭഗവാനായി തീരാം. 6. ശ്രീകൃഷ്ണൻ എന്ന വ്യക്തിയെയല്ല, മറിച്ച് കൃഷ്ണനിലുള്ള അജാതവും സനാതനവുമായ പ്രകൃതിയെയാണ് ആരാധിക്കേണ്ടത്. 7. ശ്രീകൃഷ്ണൻ എന്നിൽ കാരുണ്യം ചൊരിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ ശരണം പ്രാപിക്കും. 8. ജ്ഞാനപ്രാപ്തിയുടെ ഒരു ചവിട്ടുപടി മാത്രമാണ് ഭക്തി. ഇപ്പറഞ്ഞ ആശയങ്ങൾക്കൊന്നും തന്നെ യഥാർത്ഥ അടിസ്ഥാനമോ ശാസ്ത്രീയ അടിസ്ഥാനമോ പിന്തുണയോ ഇല്ല.
ഈ ആശയങ്ങൾ ഭ്രമാത്മകമാണെങ്കിലും എങ്ങനെയോ ഹൈന്ദവ സമൂഹത്തിൽ ജനപ്രീതി ആർജിച്ചിരിക്കുകയാണ്. മേൽപ്പറഞ്ഞ രീതിയിലുള്ള വിചിത്രവും തെറ്റായതുമായ അനേകം സിദ്ധാന്തങ്ങളുണ്ട്. ഈശ്വര വിശ്വാസികളെന്ന് സ്വയം നടിക്കുന്ന അസൂയാലുക്കളായ ജനങ്ങളാണ് ഈ സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ശ്രീകൃഷ്ണനിൽ പൂർണ്ണ ശരണാഗതി പ്രാപിക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് അവർ തങ്ങളുടെ അനുയായികളെ പിന്തിരിപ്പിക്കുന്നു. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ നിർദ്ദേശിക്കുന്നത് പോലെ സർവധർമാത് പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹംദാ സർവ പാവേഭ്യോ മോക്ഷയിഷ്യാതി മാർച്ചിത.